ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ്. ഞാൻ കാലത്ത് ഒരു 6 മണിക്കാകുമ്പോൾ എണീറ്റ് പക്ഷേ ഞാൻ മുടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് കെട്ടി വെച്ചു. അതിന് ശേഷം ഞാൻ പല്ലൊക്കെ തേക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്തിരി നേരം വൈകി എണീക്കാൻ, മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഇത്തിരി നേരത്തെ എണീക്കണം. അപ്പോൾ അങ്ങനെ സ്കൂൾ തുറക്കണ വരെ ഇങ്ങനെയൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ അരിയൊക്കെ തിളപ്പിച്ചിട്ട് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ആ ചോറൊന്ന് തിളപ്പിക്കാനായിട്ട് ഗ്യാസിൽ വെച്ചു. എന്നിട്ട് ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഉപ്പേരിക്ക് ഉണക്കപ്പയറാണ്. അപ്പോൾ ഉണക്കപ്പയർ ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലിട്ടിട്ട് ഗ്യാസുമ്മ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഞാൻ വേഗം കാപ്പിയൊക്കെ ആറ്റിയെടുത്തു. അതിനുശേഷം വിജേഷായിട്ട് എണീറ്റിട്ട് കുളിക്കാനും അങ്ങനെ ആളുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും ഞാൻ വേഗം ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിച്ചു. അപ്പോൾ ഞാൻ അടുക്കളയിലെ പണികൾ പകുതിയാക്കിയിട്ടാണ് ഈ വക പണികളൊക്കെ ചെയ്യണത്. എന്താണെന്ന് വെച്ചാൽ ചോറൊക്കെ തിളച്ച് വരുമ്പോഴേക്കും ഈ വക പണികളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നല്ല കനുള്ള ഒരു പുതപ്പായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വിരിച്ചതിന് ശേഷം ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ വാർത്ത് വെച്ചതിന് ശേഷം ഞാൻ വിജേഷേട്ടന് ഒരു ഗ്ലാസ് കാപ്പി കൊടുത്ത് ഞാനൊരു ഗ്ലാസ് കാപ്പി കുടിച്ചു. അപ്പോൾ ഈ കപ്പ് എക്സിബിഷനിൽ നിന്ന് വാങ്ങിച്ച കപ്പാണ്. നല്ല കപ്പാണ്, അധികം വിലയൊന്നുമില്ല. പക്ഷേ ഗുണം എത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, ഭംഗി കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അതിനുശേഷം ഞാൻ വന്നിട്ട് കറി വെക്കാനുള്ള ചട്ടിയൊക്കെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ തക്കാളി മാങ്ങയും ഇട്ടിട്ട് ഒരു മീൻ കറി പോലെയുള്ള ഒരു കറി വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ചട്ടിയൊക്കെ കഴുകിയെടുത്തതിന് ശേഷം തക്കാളിയൊക്കെ ഞാൻ നുറുക്കിയിട്ടു. അതിനുശേഷം ഒരു പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പച്ചമാങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തത്, മുഴുവൻ എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ പുളി കൂടണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ മാങ്ങയും ഒരു കഷ്ണം നുറുക്കിയിട്ടതിന് ശേഷം പച്ചമുളകും ചതച്ച ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്പി കൂട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ആ മുളകൊക്കെ തിളച്ച് വറ്റി വന്നപ്പോൾ ഞാൻ നാളികേരവും പെരിഞ്ജീരകവും കൂടിയിട്ട് അരച്ചിട്ട് ഒഴിച്ചു. അപ്പോൾ പെരിഞ്ജീരകം ഇടണമെന്നില്ല, ഞാനൊരു ഫ്ലേവറിന് വേണ്ടി ഇട്ടതാണ്, ഞാൻ ഇടാറുമില്ല. പക്ഷേ നല്ല ടേസ്റ്റാണെന്ന് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. നല്ല മണം ഉണ്ടായിരുന്നു, ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കറിയൊക്കെ തിളച്ച് വന്നു. അപ്പോഴേക്കും ഞാനത് കാച്ചാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അത് കാച്ചി ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ കറിക്ക് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കാച്ചിയെടുത്തതിന് ശേഷം പിന്നെ പയറും വെന്ത് വന്നപ്പോൾ ഞാൻ ഈ ചട്ടി തന്നെ കഴുകിയിട്ട് അതിൽ പയറുപ്പേരിക്കുള്ള മുളകും കാച്ചിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ ചതച്ചത് അതിലിട്ട് കൊടുത്തിട്ട് മുളകൊക്കെ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുത്തു. മൂത്ത് വന്നപ്പോൾ ഞാൻ പയറൊക്കെ അതിലിട്ട് കൊടുത്തു. നല്ല വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് കൂടുതൽ വാവച്ചിക്കാണ് ഇഷ്ടം, വിജേഷേട്ടന് അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഞാൻ വീട്ടിലേക്ക് ഇത്തിരി കറി കൊണ്ടുപോകണം. അമ്മേനെന്ന് കാലത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അനിയന്മാർക്ക് ഉച്ചയ്ക്കുള്ള കറി ഞാൻ കൊണ്ടുവരാമെന്ന് അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പയറുപ്പേരിയും കാച്ചിയെടുത്തു. അപ്പോൾ അങ്ങനെ പയറുപ്പേരി ആയതിന് ശേഷം ഞാൻ കുടിക്കാനുള്ള വെള്ളവും വെച്ചു. അപ്പോൾ അങ്ങനെ കുടിക്കാനുള്ള വെള്ളമായപ്പോൾ പിന്നെ എനിക്ക് പാത്രങ്ങൾ കഴുകിൽ അടിച്ചു വരില്ല, അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പോൾ അങ്ങനെ ചാറുകറിയായി, ഉപ്പേരിയായി, ചോറും ഞാൻ വാർത്ത് വെച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കണം. അപ്പോൾ ഈ കറിയും അതൊക്കെ വെച്ച പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം കഴുകിയെടുത്തു. പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തതിന് ശേഷം ഞാൻ തിണ്ടൊക്കെ തുടച്ചെടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാലത്ത് തന്നെ ഈ വക പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് പണികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വേഗം കുളിക്കാൻ പോവാണ്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വിജേഷേട്ടൻ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തൊഴുതതിന് ശേഷം ഞാൻ വേഗം ചോറാക്കുകയാണ്. അപ്പോൾ വിജേഷേട്ടനുള്ള ചോറാക്കി, പിന്നെ എനിക്കുള്ള ചോറാക്കി, എന്നിട്ട് വിജേഷേട്ടന് ഉപ്പേരിയാക്കി, എനിക്കും ഉപ്പേരിയൊക്കെ ആക്കി. അപ്പം അങ്ങനെ 2 പേർക്കുള്ള ചോറും കറിയൊക്കെ ആക്കി. ചാറുകറി പിന്നെ ഞാൻ കൊണ്ടുപോകണില്ല, എനിക്ക് വേണ്ട. അപ്പോൾ വിജേഷേട്ടന് മാത്രമാണ് ഞാൻ ചാറുകറി ആക്കണത്, പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും. അപ്പം അങ്ങനെ ഞാൻ ഈ ചോറും കറിയൊക്കെ ആക്കി. പിന്നെ അച്ചാറ് ഞാൻ വെറുതെ കുപ്പി കൊണ്ടാണ് ഇട്ട് കൊടുക്കണത്, സ്പൂണൊന്നും എടുത്തില്ല. അപ്പം അങ്ങനെ ഇതൊക്കെ ചൂടാറാനായിട്ട് ഞാൻ മേശയമ്മ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം ഞാൻ അമ്മയ്ക്കുള്ളതൊക്കെ കവറിലാക്കുകയാണ് വീട്ടിൽ കൊടുക്കാനുള്ളത്. പിന്നെ എനിക്കുള്ളതും വിജേഷേട്ടനുള്ളതൊക്കെ ഞാൻ എൻ്റെ ബാഗിലും വിജേഷേട്ടൻ്റെ ബാഗിലൊക്കെ വെച്ച് കൊടുത്തു. അതിനുശേഷം പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ കോട്ട് ഇടണോ ഇടണ്ടേന്നായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ നമുക്ക് മഴയൊന്ന് കണ്ടാലോ. പക്ഷേ ഞാൻ കോട്ടിട്ടു, നല്ല മഴയായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.